അപ്പോൾ ഇന്നത്തെ റെസിപ്പി തമ്പനയിൽ കണ്ടതുപോലെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയെടുക്കണം. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ 2 മീഡിയം സൈസ് തക്കാളി, 2 ഒനിയൻസ്, പിന്നെ ഞാനിവിടെ 2 or 3 ഗ്രീൻ ചില്ലീസ്, ഒരു 2-3 ഗാർലിക്, പിന്നെ നമ്മുടെ പെരിഞ്ജീരകമല്ല നല്ല ജീരകം, അതും കറി ലീവ്സും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് മല്ലി ലീവ്സ് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതും വേണം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും ചേർത്ത് 2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാവുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് റെസിപ്പിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഫിഷ്, എനിക്കിത് ട്യൂണയാണ് കിട്ടിയത്. ഞാനിവിടെ ടെസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയം കൊണ്ട്, പരിപ്പാകുന്ന സമയം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കുറച്ച് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് തവ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറി ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ലഞ്ച് റെസിപ്പി വെയിറ്റ് ലോസുകാർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഞാനിവിടെ കുറച്ച് ചോറും അതിൻ്റെ കൂടെ കറിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ഒരു ദിവസത്തെ ഒരു ലഞ്ചായിട്ട് ഇതെടുക്കാവുന്നതാണ്. ഈ ട്യൂണയുടെ ഫ്രോസണും അവൈലബിളാണ്. പക്ഷേ ഞാൻ അത് വെച്ചിട്ട് കറി വെച്ച് നോക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്തിട്ടില്ല. ഇതിപ്പം എനിക്ക് ഫ്രഷായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് പ്രഷർ കുക്കറിലെ പ്രഷർ റിലീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കടായിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. ഇത് ഓപ്ഷണലാണ്. പക്ഷേ ഈ നെയ്യ് വെച്ചിട്ടുണ്ടാക്കുന്ന പരിപ്പ് കറിക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്, ഗ്രീൻ ചില്ലി, നല്ല ജീരകം, കറി ലീവ്സ് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കിച്ചണിൽ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയുള്ള ക്വിക്കായിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഒരുപാട് മടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയുള്ള എളുപ്പ പരിപാടികൾ കുറേ ചെയ്യാറുണ്ട്. ഒരു 3 to 4 സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് അത് സോട്ടേ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ചോറെന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നവർക്ക് അതിന് പകരം ചപ്പാത്തിയോ എടുക്കുകയാണെങ്കിൽ ബാക്കി സെയിം കറികൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒനിയൻസൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ടർമറിക് പൊടി, നമ്മുടെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. എരിവുള്ളതല്ല, എരിവില്ലാത്തത്, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി എരിവുള്ള മുളക് ചേർക്കണ്ട. അതും ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. അതേപോലെ ഫ്ലെയിമും ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ചെറുതിൽ സ്ലോയിൽ വെച്ചാൽ മതിയാകും. ഈ സാമ്പാർ പൊടി ചേർക്കുമ്പോഴത്തേക്കും ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിങ്ങനെയാണ് സാമ്പാറും ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് പിന്നെ സാമ്പാറിൻ്റെ പീസസ് ഇട്ട് കൊടുത്താൽ സാമ്പാർ കറി നമുക്കിങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതേ സെയിം തവ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ വേറെ തവകൾ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാവശ്യത്തിന് പുറത്ത് ഞാൻ എല്ലാ പാത്രങ്ങളും എടുത്ത് പുറത്ത് വെച്ചാൽ ഞാൻ തന്നെ വേണമല്ലോ ഇതെല്ലാം കഴുകാൻ. അപ്പോൾ എൻ്റെ ഒരു ജോലി ഭാരം കുറയ്ക്കാനും കൂടിയാണ് ഞാൻ ആ സെയിം തവകൾ തന്നെ ഓരോന്നും യൂസ് ചെയ്തിട്ട് അപ്പോൾ അത് വാഷ് ചെയ്യുക, വീണ്ടും അതേ സെയിം കറിക്ക്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം കറി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ 2 minutes റൂൾ എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ അപ്പോൾ തന്നെ കിച്ചണിൽ കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഫിഷൊക്കെ ഫ്രൈ ആകുന്നുണ്ടോ എന്ന് ഫിഷിനെ നോക്കി നിൽക്കാതെ ആ സമയം കൊണ്ട് നമ്മളുടെ ആ വാഷ് ബേസിൽ പാത്രങ്ങൾ കഴുകിയാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് സേവ് ചെയ്യും. അത് ഞാൻ ഏതോ ഒരു ആറ്റമിക് ഹാബിറ്റ്സ് ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ബുക്ക് വായിച്ചപ്പോൾ കേട്ടതാണ്. ആ 2-3 minutes അത് ഭയങ്കരമായിട്ട് നമ്മളെ സേവ് ചെയ്യും. എസ്പെഷ്യലി ഈ ഫുൾ ടൈം വർക്കിംഗ് മോംസ്, കുഞ്ഞു കുട്ടികളുള്ളവർ, അവർക്കൊക്കെ ഒത്തിരി ടൈമൊന്നും നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുള്ള ക്വിക്കായിട്ടുള്ള റെസിപ്പീസ് ചെയ്യുമ്പം നമുക്ക് അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷർ ഉള്ളവരാണെങ്കിൽ ഓക്കെ, നോ വറീസ്. പക്ഷേ
അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞ് പരിപ്പ് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ആ പ്രഷർ കുക്കിൽ ആയ പരിപ്പെടുത്ത് ഈ മസാലയിലോട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് മതി കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ എനിക്കൊരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പരിപ്പ് കറി ഇരിക്കും തോറും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം, ഇനി പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം പരിപ്പ് കറി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. പണ്ടൊന്നും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ പരിപ്പ് കറി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുത്തിട്ട് അവൾ ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ, യൂഷ്വൽ റെസിപ്പിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ലായിരുന്നു. പക്ഷേ ഇതെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാനും മല്ലിയും തമ്മിൽ അത്ര വലിയ സുഹൃത്തുക്കളല്ല. എൻ്റെ കറികളിലൊന്നും അങ്ങനെ ഞാൻ മല്ലി ഇടാറില്ല. പക്ഷേ ചില കറികളിൽ, അതായത് ഇപ്പോൾ ഡക്കിൻ്റെ കറി, പിന്നെ ഈ പരിപ്പ് കറി, അങ്ങനെയുള്ള ചില കറികളിൽ മാത്രമേ ഞാൻ മല്ലി ഇടാറുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കാം. അതൊരു ബ്രോക്കലിയുടെ തോരനാണ്. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് അതെടുത്താണ്. അപ്പം ബ്രോക്കലി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1 or 2 ഗാർലിക്ക്, അതും നല്ല ജീരകവും പച്ചമുളകും കറി ലീവ്സും കൂടെ ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇടിക്കുക എന്തോ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വേണം നമുക്കിതിലേക്ക്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഒനിയൻ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് വളരെ ഉണ്ടാക്കാമെന്ന്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പീസാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് വെറുതെ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ കൊക്കനട്ട് ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. അതൊഴിച്ചു. അതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്കും സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ കരിയിപ്പിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണിക്ക് പോയി. എന്നിട്ട് നമ്മൾ ആ ഓനിയൻസും കൂടെ ഇട്ട് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക കേട്ടോ. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം കൂടെ തല്ലിക്കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. സാധാരണ ഞാനിതെങ്ങനെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ വെക്കുക. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഓയിലൊഴിച്ചിട്ട് കടുകും പൊട്ടിച്ച് പിന്നെ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് കുറച്ചൊരു കൈ കൊണ്ട് നമ്മൾ ഈ വെള്ളം തളിച്ചിട്ട് അടച്ച് വെച്ചാണ്ടല്ലോ സെറ്റ്. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും. ഇതിപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ. അപ്പം നമ്മൾ ആ ഒനിയൻ്റെ അകത്തോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞളോട് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ബ്രോക്കലി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊക്കനട്ട് ഉണ്ടല്ലോ അതും ചേർത്തിട്ട് ഞാൻ കൈകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാത്രത്തിന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഞാനത് അടച്ചു വെച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്യും, അവിടെ നമ്മളിപ്പോൾ ഇത്രയും നേരം ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകുകയായിരിക്കും എൻ്റെ പണി. അപ്പം ഞാനത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് വെക്കും. എന്നിട്ട് അത് അടച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അതും സെറ്റായി. ഇതെല്ലാം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യണമുണ്ടല്ലോ, പടപടാന്ന് പറയൊരു 1.5 hourനുള്ളിൽ ഇതൊന്ന് കുക്കാവുന്ന സമയമുള്ളൂ. തോരനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. ഫിഷ് ആണെങ്കിലും അധികം നേരമില്ല, ഒരു 1.5 മണിക്കൂർ അത്രയൊക്കെ. അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ലഞ്ച് റെഡിയാകും. അങ്ങനെ എൻ്റെ തോരനും റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്, ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ഓടിക്കോ കിച്ചണിലോട്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം. താങ്ക് യു. ബൈ.